ഡിവൈഡഡ് ബൈ സിഗ്മ ഇൻറ്റു റൂട്ട് 2 പൈ. ഇത് ഫുള്ള് എക്സ്പോണൻഷ്യലിന്റെ പവറിലാണ് കേട്ടോ ഈ ടേം. ഈ മൈനസ് മുതൽ ഈ ടേം ഫുള്ള് എക്സ്പോണൻഷ്യലിന്റെ പവറിലാണ്. ഇ റേസ് ടു സിഗ്മ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. എക്സിന്റെ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ. ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷന്റെ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് മ്യൂവും സിഗ്മയും. ഇതിൽ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, മ്യൂ ആൻഡ് സിഗ്മ. മ്യൂ വേരീസ് ഫ്രം അഗെയിൻ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് സിഗ്മ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. സിഗ്മ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഇത്രയും വലിയ ഡെൻസിറ്റി ആണോ എന്നൊക്കെ തോന്നും. അതൊന്നുമില്ല, നമ്മൾ യൂഷ്വൽ ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. 1/, ഇതിന്റെയൊക്കെ PDF സ്റ്റാൻഡേർഡ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. f of x is equal to 1 / sigma root 2 pi e raised to എക്സ്പോണൻഷ്യലിന്റെ പവറിലാണ് ഇനി വരുന്നതല്ല, e raised to -1/2 sigma square into x minus mu the whole square. X varies from minus infinity to plus infinity and mu varies from again minus infinity to plus infinity, sigma greater than 0. And mu and sigma are known as the parameters of normal distribution. അതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയാൻ കാരണം മ്യൂവും സിഗ്മയും നോൺ ആയി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി നോൺ ആവും. മനസ്സിലാവുണ്ടോ? ഒരു ഡെൻസിറ്റി ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷനിലുള്ള അൺനോൺ കോൺസ്റ്റൻസിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ അൺനോൺ കോൺസ്റ്റൻസ് ആയിട്ടുള്ളത് മ്യൂവും സിഗ്മയാണ്. പിന്നെ എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, കോൺസ്റ്റന്റ് അല്ല. അപ്പൊ മ്യൂവും സിഗ്മയും മാത്രമേ കോൺസ്റ്റൻസ് ആയിട്ടുള്ളൂ, അത് അൺനോൺ കോൺസ്റ്റൻസ് ആണ്. അതിനുകൊണ്ടാണ് അതിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എഴുതാം ആണോ? എഴുതും. A random variable x, a random definition ആയിട്ട് എഴുതാം. A random variable x is said to have a random variable x is said to have a continuous random variable നോക്കട്ടാ. വെറുതെ random variable അല്ല, a continuous random variable x is said to have a normal distribution, is said to have a normal distribution with parameters. A continuous random variable x is said to have a normal distribution with parameters mu. mu എന്നാണ് ഇതിനെ വായിക്കാത്ത, അതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. mu ഇങ്ങനെ എഴുതും. mu and sigma, mu and sigma with parameters mu and sigma. If its PDF is given by, if its PDF is given by, if its PDF is given by, താഴെ എഴുതുക f of x equal to, ഈ f of x നെ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, f of x സെമിക്കോളൻ മ്യൂ കോമ സിഗ്മ എന്ന് കൂടി എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതുന്നത് എന്താ വെച്ചാല് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ മ്യൂവും സിഗ്മയുമാണ് പാരാമീറ്റേഴ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നൊട്ടേഷൻ എഴുതണം. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഇങ്ങനെ എഴുതുന്നത് കുറച്ചുകൂടി സ്പെസിഫൈഡ് ആണ്. എക്സ് വേരിയബിളും മ്യൂവും സിഗ്മയും പാരാമീറ്റർ ആണ്. നമ്മൾ എഴുതാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷന്റെ വേരിയബിൾ എക്സും പാരാമീറ്റേഴ്സും മ്യൂവും സിഗ്മയും അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നിങ്ങൾക്ക് എല്ലാ പ്രോബിലിറ്റി ലോയും ഇങ്ങനെ എഴുതാം, വേരിയബിളും അതിന്റെ പാരാമീറ്റർ വെച്ചിട്ട് എഴുതാം, അല്ല വെറുതെ എഫ് ഓഫ് എക്സ് ആയിട്ടും എഴുതാം. ഏത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ എഴുതും എഫ് ഓഫ് എക്സ് വേരിയബിൾ കഴിഞ്ഞാൽ എപ്പോഴും സെമിക്കോളൻ എഴുതണം. എഫ് ഓഫ് എക്സ് എക്സ് സെമിക്കോളൻ മ്യൂ കോമ സിഗ്മ എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 / sigma root 2 pi e raised to -1/2 sigma square into x minus mu the whole square. 1 / sigma root 2 pi e raised to -1/2 sigma square into x minus mu the whole square. Minus infinity less than x less than infinity, minus infinity less than mu less than infinity, comma sigma greater than 0, sigma greater than 0.
ഇവിടെ നമുക്ക് സീറോ അതർവൈസ് എഴുതേണ്ട ആവശ്യമില്ല. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മുടെ എക്സിന്റെ റേഞ്ച് -∞ മുതൽ +∞ വരെയാണ്. അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിള് റിയൽ ലൈനിൽ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സീറോ അതർവൈസ് എന്ന് പറഞ്ഞാൽ വേറൊരു എക്സിന് വാല്യൂ ഇല്ല. -∞ മുതൽ +∞ വരെയുള്ള എല്ലാ വാല്യൂ എടുക്കുമ്പോഴും കറസ്പോണ്ടിങ് f(x) നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു സീറോ അതർവൈസ് എഴുതേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. വേണമെങ്കിൽ എഴുതാം, എഴുതുകൊണ്ട് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. നമ്മൾ ഇതുവരെ പഠിച്ച ഡിസ്ട്രിബ്യൂഷനുകളിലൊക്കെ ചിലതിലെല്ലാം എക്സിന്റെ റേഞ്ച് 0 to ∞ ആയിരിക്കും, ഇല്ലെങ്കിൽ A to B ആയിരിക്കും. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ മാത്രമാണ് f(x) നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളവരെ എല്ലാം സീറോ അതർവൈസ് എന്ന് എടുത്ത് എഴുതുന്നത്. ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് റിയൽ ലൈനിൽ തന്നെ ഡിഫൈൻ ചെയ്തതായതുകൊണ്ട് നമ്മൾ ഇനി ഒരു സീറോ അതർവൈസ് എഴുതേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. എഴുതാം, എഴുതിയോ? ഓക്കെ, നീ ഫസ്റ്റ് നോട്ട് ആയിട്ട് എഴുതുക. നോട്ട് നമ്പർ 1 അത് എഴുതാൻ വരട്ടെ. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിനെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക. എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് mu, sigma, or x follows normal distribution with parameters mu, sigma square. അതായത് x is a random variable, x is a normal random variable with parameter mu and sigma അല്ലെങ്കിൽ mu and sigma square എന്ന് പറയുന്നതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്, നൊട്ടേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ നൊട്ടേഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ മീനിങ് x is a normal random variable with parameters mu and sigma or parameter mu and sigma square എന്നാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ട്. എഴുതിക്കോളൂ. When a random variable is normally distributed with mean mu and standard deviation sigma, when a random variable is normally distributed with mean mu and standard deviation sigma, it is customary to write x is distributed as n mu sigma or ഇങ്ങനെ എഴുതുക. x denotation follows n mu sigma or x follows n mu sigma square എഴുതിയോ? ഓക്കെ, ഇനി അടുത്ത നോട്ട് ഞാൻ പറയാം, നിങ്ങൾ എഴുതാൻ വരട്ടെ. When mu equal to 0 എഴുതണ്ട, mu equal to 0 and sigma equal to 1, അതായത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ mu എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ 0യും സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ 1ഉം ആകുമ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഇസഡ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ. ഇസഡിന് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ എന്ന് പറയാം. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഓർ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അതായത് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഫോളോസ് n01 എന്ന് പറഞ്ഞാൽ ഇസഡ് ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ mu എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ എപ്പോഴും 0യും സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ എപ്പോഴും 1ഉം ആയിരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇസഡ്. ഓക്കെ, അതായത് x follows n01 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് x is a സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയബിളിന് 1 സെക്കൻഡ് x follows n01 എന്ന് മീൻ ചെയ്താൽ x is a സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്നാണ് അതിന്റെ മീനിങ്.
ഓക്കെ, അപ്പോ നമ്മൾ ഓൾറെഡി നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ വേരിയബിളിനെ എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തല്ലോ. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന് നമ്മൾ ഇസഡ് എന്നുള്ള എക്സിന് പകരം എക്സ് എന്ന വേരിയബിളിന് പകരം ഇസഡ് എന്നുള്ള വേരിയബിൾ കൊടുത്തു. യൂഷ്വലി സ്റ്റാൻഡേർഡ് ആയിട്ട് ഇസഡ് എന്നുള്ള വേരിയബിൾ ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ ഇസഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറഞ്ഞാല് മ്യൂ സീറോയും സിഗ്മ വണ്ണും നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള മ്യൂ സീറോയും സിഗ്മ വണ്ണും ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന വേരിയബിൾ ആണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഈ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട്. ആ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് എങ്ങനെയാ കിട്ടുക? നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനില് മ്യൂ എന്ന് പറയുന്നത് സീറോയും സിഗ്മ വണ്ണും ആവുമ്പോൾ കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്താണോ അതായിരിക്കും ഇസഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്കറിയാം നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 സിഗ്മ റൂട്ട് 2 പൈ ഇ റേസ് ടു മൈനസ് 1/2 സിഗ്മ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിൽ നമ്മൾ മ്യൂ ഈക്വൽ ടു സീറോയും സിഗ്മ ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇസഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മ്യൂ സീറോയും സിഗ്മ വണ്ണും ആകുമ്പോഴുള്ള വേരിയബിൾ ആണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1 സിഗ്മ വൺ ആകുമ്പോൾ ഇത് റൂട്ട് 2 പൈ മാത്രമാവും. പിന്നെ ഇ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ വൺ ആയതുകൊണ്ട് സിഗ്മ സ്ക്വയറും 1 ആയിരിക്കും. മ്യൂ സീറോ ആണ്. മ്യൂ സീറോ ആവുമ്പോൾ ബാക്കി എക്സ് സ്ക്വയർ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ ഇസഡ് ആയതുകൊണ്ട് എക്സിന് പകരം നമ്മൾ ഇസഡ് യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. റേഞ്ചിനൊന്നും വ്യത്യാസമില്ല. എക്സ് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ പോണ പോലെ തന്നെ ഇസഡും എവിടെ മുതൽ എവിടെ വരെ പോകും? മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ തന്നെ പോകും. മനസ്സിലായോ? എക്സ് അതായത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂ സീറോയും സിഗ്മ വൺ ആകുമ്പോഴും കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിനെ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇസഡ് എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1/√2 പൈ ഇ റേസ് ടു മൈനസ് z²/2. അത് കിട്ടുന്നത് നമ്മുടെ നോർമൽ പി ഡി എഫില് മ്യൂ ഈക്വൽ ടു സീറോയും സിഗ്മ ഈക്വൽ ടു 1ഉം കൊടുക്കുമ്പോഴാണ്. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടി പറയണോ? മിസ് ഒന്നുകൂടി പറയോ? ഓക്കെ, ശ്രദ്ധിക്കും. നമ്മൾ നോർമലിന്റെ പി ഡി എഫ് പറഞ്ഞു അല്ലെ? ആ നോർമൽ പി ഡി എഫിലെ 2 പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ മ്യൂവും സിഗ്മയും. അതിൽ മ്യൂ എന്ന് പറയുന്നത് സീറോയും സിഗ്മ 1 ആവുമ്പോൾ കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷന് ഒരു പ്രത്യേകതയുണ്ട്. അതിനാണ് നമ്മൾ, അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ അതും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ആ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ മ്യൂ സീറോയും സിഗ്മ 1 ആവുമ്പോൾ കിട്ടുന്ന വേരിയബിളിന് നമ്മൾ ഇസഡ് എന്നുള്ള പേര് കൊടുത്തു. കാരണം ഓൾറെഡി നമ്മൾ എക്സ് യൂസ് ചെയ്തതുകൊണ്ട് ഇസഡ് എന്നുള്ള പേര് കൊടുത്തു. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്നാണ് പറഞ്ഞത്. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അപ്പൊ എക്സ് ഫോളോസ് n01 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അല്ലെങ്കിൽ ഇസഡ് ഫോളോസ് n01 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇസഡ് ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അപ്പൊ കറസ്പോണ്ടിംഗ്ലി അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അത് കിട്ടുന്നത് നമ്മുടെ സാധാരണ നോർമൽ പി ഡി എഫില് മ്യൂക്ക് സീറോയും സിഗ്മയ്ക്ക് 1 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ z² വരാൻ കാരണം നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ ഇസഡ് ആയതുകൊണ്ടാണ് എക്സിന് പകരം ഇവിടെ ഇസഡ് യൂസ് ചെയ്തത്. ഇത്രയാണ് നമ്മൾ എഴുതിയത്. ക്ലിയർ ആയോ? മനസ്സിലായി. എഴുതുന്ന അടുത്ത നോട്ട് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാ. When mu equal to 0 and sigma equal to 1, when mu equal to 0 and sigma equal to 1, we use capital Z. We use capital Z to denote the variable. We use capital Z to denote the variable called standard normal variable. Called standard normal variable. Standard normal variable. That is Z follows n01. That is Z follows n01.
follows n01 എന്ന് എഴുതിയാൽ മതി, ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. then the PDF of Z is given by the PDF of Z is given by താഴെ എഴുതുക f of z equal to 1 by root 2 pi e raised to minus z square by 2. ബോർഡിൽ ഉണ്ട് കേട്ടോ. f of z equal to 1 by root 2 pi e raised to minus z square by 2 where minus infinity less than z less than infinity. minus infinity less than z less than plus infinity. ഇവിടെ നമുക്ക് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല, കാരണം രണ്ട് പാരാമീറ്റർ ഉണ്ടായിരുന്നത് മ്യൂ സിഗ്മയും അത് നമുക്ക് നോൺ ആണ്. മ്യൂ 0യും സിഗ്മ 1ഉം ആകുമ്പോഴാണ് സ്റ്റാൻഡേർഡ് നോർമൽ വരുന്നത്. അപ്പൊ അതിന് പിന്നെ പ്രത്യേകിച്ച് വേറെ പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല. എഴുതിയോ? ഇനി മൂന്നാമത്തെ പോയിന്റ് വെച്ച് എഴുതാ. if x follows n mu sigma square, x follows n mu sigma square, then z equal to x minus mu divided by sigma follows n01. then z equal to x minus mu by sigma follows n01. എന്താ അതിന്റെ മീനിങ്? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂ 0യും സിഗ്മ 1ഉം കൊടുത്താൽ സ്റ്റാൻഡേർഡ് നോർമൽ കിട്ടുന്നത്. അത് മാത്രമല്ല എക്സ് എന്നുള്ള വേരിയബിളിന് ട്രാൻസ്ഫോം ചെയ്യുക എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതിന് നമ്മൾ ഇസഡ് എന്ന പേര് കൊടുത്താൽ ഈ ഇസഡ് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനും എന്ത് തന്നെയായിരിക്കും? ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിളും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുക. മനസ്സിലായോ? അതായത് ഒന്നില്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂ 0യും സിഗ്മ 1 ആയാലും അത് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. അല്ലെങ്കിൽ ഈ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞ് കിട്ടുന്ന വേരിയബിൾ, അതിന് നമ്മൾ ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്തു, ആ വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷനും എന്ത് തന്നെയാണ്? നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഓക്കെ, താഴെ that is any normal distribution can be changed into standard normal. Any normal distribution can be changed into standard normal by using the transformation z equal to x minus mu by sigma. കുറച്ച് സ്പീഡ് കുറച്ച് പറയോ? Okay, that is any normal distribution can be changed into standard normal by using the transformation z equal to x minus mu by sigma. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിൾ ആണെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞ് കിട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചേഞ്ച് ഓഫ് വേരിയബിൾസ് അല്ലേ? അതായത് എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് എക്സിന്റെ തന്നെ ഒരു ഫംഗ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, അതല്ലേ ചേഞ്ച് ഓഫ് വേരിയബിൾ. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് നോർമൽ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്യുമ്പോൾ കിട്ടുന്ന വേരിയബിളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് നോർമൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഏതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെയും സ്റ്റാൻഡേർഡ് നോർമൽ ആക്കാൻ ആ വേരിയബിളിൽ നിന്ന് മ്യൂ സബ്ട്രാക്ട് ചെയ്ത് സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായോ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. അടുത്ത നോട്ട് എഴുതുക. since n01
since n01 is a PDF, since n01 is a PDF, അതായത് സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് പറയുന്നതും ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലെ. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ദിസ് ഇംപ്ലൈസ്, ഇവിടെ ശ്രദ്ധിക്കുക, എഴുതണ്ട. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ 1/√2 പൈ e raised to minus z square by 2 dz equal to 1 ആയിരിക്കും. ഇന്ന് നമുക്ക് എന്ത് പറയാം, 1/√2 പൈനെ പുറത്ത് നിർത്താം. അപ്പൊ ബാക്കി എന്ത് വരും, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus z square by 2 dz equal to 1. This implies integral minus infinity to infinity e raised to minus z square by 2 dz is equal to √2 pi. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എല്ലാം നമുക്ക് ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഇന്റഗ്രൽ വരുമ്പോ അതിന് നമുക്ക് √2 പൈ എഴുതാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഇവിടെ എഴുതുന്നത് നമ്മള്. മനസ്സിലായത്? Since n01 is a PDF, we have integral minus infinity to infinity f of z dz equal to 1. That is integral minus infinity to infinity 1/√2 pi e raised to minus z square by 2 dz equal to 1. Implies 1/√2 pi നമുക്ക് പുറത്തേക്ക് നിർത്താം. ബാക്കി എന്ത് വരും, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus z square by 2 dz equal to 1. അതിൽ നിന്ന് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus z square by 2 dz equal to √2 pi. Integral minus infinity to infinity ഇവിടെ എഴുതിയ ഈ ഇന്റഗ്രലിന്റെ സ്പെഷ്യൽ കേസ് ആണിത്. അപ്പൊ ഇൻ ജനറൽ integral minus infinity to infinity e raised to minus a square x square dx can be expressed as √π/a. നിങ്ങൾക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് a square x square സം യുന്നോ അങ്ങനെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് √π/a എന്നായിരിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ a square x square സം യു എന്ന യുവോ വിയോ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് √π/a എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ ഡെറിവേഷന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇന്റഗ്രലിന്റെ റിസൾട്ട് ഉള്ളപ്പോ അത് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ഓക്കെ, എഴുതിയോ? ഇതൊക്കെ നമ്മള് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ അവിടെ ഇന്റഗ്രൽസ് വരുമ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യും. അതിനാണ് ഇത് എഴുതുന്നത് കേട്ടാ. ഇനി അടുത്ത നോട്ട്. We know that integral 0 to infinity e raised to minus ax into x raised to n minus 1 dx. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു ഫംഗ്ഷൻ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? PDF ആണിത്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആണിത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ n ഡിവൈഡഡ് ബൈ a raised to n. ഈ ഇന്റഗ്രൽ ഒക്കെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എഴുതുന്നത്. ഞാൻ ആ സമയത്ത് ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാതിരിക്കരുത്. അടുത്ത നോട്ട്, ഇന്റഗ്രൽ 0 to infinity e raised to minus ax into x raised to n minus 1 dx is equal to gamma n divided by a raised to n, where
gamma n is equal to n minus 1 factorial if n is an integer. If n integer ആണെങ്കിലാണ് ഗാമ എന്നിനെ നമുക്ക് n minus 1 factorial എഴുതാൻ പറ്റുക. Or gamma n is equal to n into gamma n minus 1 if n is not an integer. n is not an integer. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇന്റഗ്രലുകളാണ് ഇപ്പൊ എഴുതുന്നതെല്ലാം.